നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം റീലുകൾ എങ്ങനെ വൈറലാക്കാം, അങ്ങനെ വൈറലാവാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു റീല് പോസ്റ്റ് ചെയ്യുന്ന സമയം തൊട്ട് അത് പോസ്റ്റ് ചെയ്തതിന് ശേഷവും അതൊരു വീഡിയോ നമ്മൾ ആക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 5 മാസം മുന്നേ ഒരു അപ്ഡേഷൻ വന്നായിരുന്നു. അതായത് ഒരു ആൽഗോരിതത്തിൽ ഒരു ചേഞ്ച് വന്നായിരുന്നു. നമ്മൾ പണ്ട് ഹാഷ്ടാഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കീവേഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുക. ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ചിൽ പോകുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും ഇൻസ്റ്റാഗ്രാമിൽ ആ കണ്ടന്റ് ആ കീവേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് വരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആകെ കുറച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, അക്കൗണ്ടുകൾ, ഹാഷ്ടാഗുകൾ, അതേപോലെ തന്നെ ലൊക്കേഷൻ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആവേശം BGM അടിച്ചു കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആവേശം BGM റീൽസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകൾ കുറേ ഫോർ യു എന്നും പറഞ്ഞുള്ള സെക്ഷനിൽ വരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് കണ്ടൻറ്റാണോ ഇടുന്നത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കുന്ന സമയത്ത് മാക്സിമം ആൾക്കാർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കീവേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളൊരു ആവേശത്തിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇടുകയാണ്. അപ്പോൾ ആ കുക്ക് ചെയ്യുന്ന സാധനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് കൂടുതൽ ആൾക്കാർ വരാൻ ചാൻസ് ഉള്ള കീവേഡുകൾ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ കീവേഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ വെച്ചോ അല്ലെങ്കിൽ AI വെച്ചോ അല്ലെങ്കിൽ ChatGPT ഒക്കെ വെച്ച് എന്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹാഷ്ടാഗ്സ് ഒരു 5-6 വെച്ച് നമ്മൾ എല്ലാ വീഡിയോയിലും യൂസ് ചെയ്യുക. കണ്ടന്റ് പ്ലാൻ, അതായത് നമ്മൾ എന്ത് റീലാണോ എടുക്കുന്നത്, എന്താണോ എടുക്കുന്നത് ആ വീഡിയോ ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു കണ്ടന്റ് നമുക്ക് അതിനെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടാവണം. അതായത് അതിന് എത്ര ഡ്യൂറേഷൻ ഉണ്ടാവണം, അതിൻ്റെ മ്യൂസിക് എന്തായിരിക്കണം, അത് ഏത് രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഏത് നേരം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആയിരിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ആ വീഡിയോ എടുക്കാനും പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള ഡ്യൂറേഷനിൽ നമ്മളത് എഡിറ്റ് ചെയ്ത് തീർക്കാനും പറ്റുള്ളൂ. നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള കണ്ടന്റ് പ്ലാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഡ്യൂറേഷൻ കൂടിപ്പോവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് റീലിൽ വൈറലാവാൻ വേണ്ടിയുള്ള സമയം എന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡ് ടു 45 സെക്കൻഡിൻ്റെ അകത്ത് നിൽക്കുന്ന വീഡിയോകൾ പെട്ടെന്ന് വൈറലാവും. അതിന് കാരണം അതിന് റിപ്പീറ്റ് വാല്യൂ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും ആ വീഡിയോ കാണാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വാച്ച് അവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിലുള്ള പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ച് അവർ, നമ്മുടെ വീഡിയോൻ്റെ വാച്ച് അവർ കൂടുന്നതിനനുസരിച്ചാണ് കൂടുതൽ ആൾക്കാരിലേക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ റിപ്പീറ്റ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഇൻസൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒക്കെ എണ്ണം കൂടുന്തോറും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റുകൾ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, എത്ര ഡ്യൂറേഷൻ വേണം, നമ്മുടെ കണ്ടന്റിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടാവണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മളത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടന്റ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള ഡ്യൂറേഷൻ, അതേപോലെ തന്നെ ഈ വീഡിയോ ഏത് തരത്തിലുള്ള ഓഡിയൻസിലേക്ക് എത്തേണ്ടതാണ്, അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് എത്ര നേരം കണ്ടിരിക്കാനുള്ളൊരു സംഭവം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ റീല് ഷൂട്ട് ചെയ്യാവുള്ളൂ, അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക.